ബഹുമാന്യായ PC ഇബ്രാഹിം മാസ്റ്റർ, ബഹുമാന്യായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവറുകളെ, മറ്റ് സ്റ്റേജിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, മർക്കസിൻ്റെ 33ാമത് സമ്മേളനം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. ഇതിനു മുമ്പ് നിരവധി സമ്മേളനങ്ങളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മർക്കസിൻ്റെയും അതിനെല്ലാം നേതൃത്വം നൽകുന്ന നമ്മുടെ എല്ലാം ബഹുമാന്യായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയും സമൂഹത്തോട് അർപ്പണബോധത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് നേരിട്ട് കാണാൻ, അതിൻ്റെ വളർച്ചയും ഉയർച്ചയും നേരിട്ട് മനസ്സിലാക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. മർക്കസ് ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ സേവന രംഗത്ത് ചെയ്യുന്ന മഹത്തരമായ പ്രവർത്തനങ്ങൾ, അതിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. പറയുന്നതുപോലെ പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് മർക്കസ് എന്ന് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിന് എത്രയോ വലിയ താങ്ങും തണലുമായിട്ടാണ് ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും നിർണായകമായ സ്വാധീനം ഇന്ന് ചെലുത്താൻ സാധിക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള രാഷ്ട്രീയ രംഗമാകാം, സമുദായ രംഗമാകാം, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളാകാം, സമൂഹത്തിൻ്റെ എല്ലാ രംഗങ്ങളിലുള്ള പ്രമുഖരെല്ലാം മർക്കസിലെത്തി മർക്കസിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നത് തന്നെ നിങ്ങളുടെ സേവനവും വലിയ സംഭാവനകളും സമൂഹം അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. വരും നാളുകളിലും ഏറ്റവും നിർണായകമായ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദേശസുരക്ഷാ സമ്മേളനമാണ് ഇവിടെ ഇന്ന് ഈ സമയത്ത് നടക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ട ഒരവസരമാണ്. നമ്മുടെ രാജ്യം മതേതരത്വത്തിന് ഏറ്റവും അധികം പേര് കേട്ടിട്ടുള്ള രാജ്യമാണ്. ഞാൻ ലോകത്ത് പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് എല്ലാ വിശ്വാസങ്ങളെയും എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നതിന്, ഉൾക്കൊള്ളുന്നതിന് വിശാലമായ മനോഭാവം കാട്ടുന്ന രാജ്യമാണ്. നമുക്കത് സന്തോഷിക്കാം, നമുക്ക് അഭിമാനിക്കാം. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം, പാരമ്പര്യം. ഇന്ന് ഭരണഘടനയുണ്ട്, ഇന്ന് നിയമങ്ങളുണ്ട്, ഇന്ന് എല്ലാവിധത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതിരുന്നൊരു കാലഘട്ടം, ആയിരങ്ങൾക്കപ്പുറം, വർഷങ്ങൾക്കപ്പുറം, അന്നും ഇവിടെ പരസ്പര വിശ്വാസത്തോടെ, പരസ്പര ധാരണയോടെ ജനങ്ങൾ ഒന്നിച്ച് ജീവിച്ചിരുന്ന ഒരു നാടാണ്, ഒരു രാജ്യമാണ്. ആ വലിയ പാരമ്പര്യം നമുക്ക് നിലനിർത്താൻ സാധിക്കണം. ഓരോരുത്തർക്കുമുള്ള അവരവരുടേതായ വിശ്വാസം, അതിലുറച്ചു നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ മാനിക്കാൻ, മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ നിന്ദിക്കാതിരിക്കാൻ, പരസ്പര വിശ്വാസത്തോടെ, പരസ്പര ധാരണയോടെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന ആ സാഹചര്യം, അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്തെ ഏറ്റവും
ഒരുമയോടെ മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യം, അതിനെല്ലാവരും കൈയോർത്ത് പിടിക്കേണ്ട അവസരമാണിത്. ഒരു രാജ്യത്തിൻ്റെ പുരോഗതി, ആ രാജ്യത്തിലെ ശാന്തത, സുരക്ഷയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അസമാധാനം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത്, ഒരു രാജ്യത്ത് ഒരിക്കലും പുരോഗതി ഉണ്ടാവില്ല. അപ്പം നമുക്ക് 115 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് അനുദിനം മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യം, ആ പുരോഗതിയുടെ വേഗത അല്പം പോലും കുറയ്ക്കാതെ മുമ്പോട്ട് പോകണമെങ്കിൽ ഇവിടെ സമാധാനം വേണം. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരണം. ഇവിടെ പരസ്പര വിശ്വാസവും പരസ്പര സഹകരണവും വേണം. ഇവിടെ എന്നും അസ്വസ്ഥതയാണ്, പരസ്പര വിശ്വാസമില്ലാത്തവരാണ് എങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാവില്ല. എവിടെ സമാധാനമുണ്ടോ അവിടെ വളർച്ചയുണ്ട്, അവിടെ പുരോഗതിയുണ്ട്, അവിടെ ഐശ്വര്യമുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ രാജ്യത്ത് എല്ലാ വിഭാഗം ആളുകളും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞുകൂടുന്ന അന്തരീക്ഷം, സമാധാന അന്തരീക്ഷം, മതേതരത്വത്തിന്റെ ഉന്നതമായ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സാഹചര്യം, അത് നമുക്ക് നിലനിർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ അഖണ്ഡതയും സുരക്ഷയും ഉറപ്പുവരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകേണ്ട ഒരവസരത്തിലാണ് മർക്കസ് സമ്മേളനത്തോടനുബന്ധിച്ച് രാജ്യസുരക്ഷാ സമ്മേളനം, ദേശസുരക്ഷാ സമ്മേളനം നടത്തുന്നത്. ഈ കാര്യത്തിൽ വളരെ നിർണായകമായ സഹകരണവും പങ്കാളിത്തവും കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള മർക്കസിന്, ആ പ്രസ്ഥാനങ്ങൾക്കെല്ലാം എല്ലാമായ ആ ബഹുമാന്യായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവറുകൾ എല്ലാം ഏറ്റവും വിജയകരമായി വരുന്ന ആളുകളിൽ നയിക്കാൻ, സമുദായത്തെ നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു.